ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അതിലെ വ്ലോഗി. എൻ്റെ കമ്മൽ നിങ്ങൾക്ക് കാണാമോ? കൊള്ളാമല്ലേ? കുറച്ച് ഓവറാവട്ടെ, എന്നാലേ എല്ലാവരും ശ്രദ്ധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. അത് പറയാൻ മറന്നുപോയി. എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ ഗൈസ്. പൊങ്കാലയൊക്കെ ഇട്ട് നല്ല അടിച്ച് പൊളിച്ച് പോയി എല്ലാവരും. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഇന്നലെ ഒരു വ്ലോഗ് ഇട്ടായിരുന്നു. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാൻ കൂടി വേണ്ടിയിട്ടാണ്. ഒരുപാട് പേർക്ക് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചായിരുന്നു. പിന്നെ അല്ലാതെ അവർ പിന്നെ ഗൈസ് ഇത്രയധികം എനിക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ വന്ന് ഒരുപാട് പേര് ചോദിച്ചു എന്താ സംഭവം, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പം അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അറിയാമെന്നുള്ളവർ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഞാൻ അത്ഭുതപ്പെട്ടു പോയതും അറിയാമെന്നുള്ളവർ എൻ്റെ അടുത്ത് ഇതല്ലേ സംഭവം, ഇവരെ പറ്റിയല്ലേ പറയുന്നത് എന്ന് വന്ന് ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ കിളിപ്പോയി. അത് കേട്ടപ്പോൾ അപ്പോൾ ആൾക്കാർക്കൊക്കെ റിയലൈസ് ചെയ്ത് തുടങ്ങി, ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് എനിക്ക് ഒരു ഇത് തോന്നി ഗൈസ്. അപ്പം അത് വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നി. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾ ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. എനിക്ക് അത്രേ പറയുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വേറൊരു കാര്യത്തിലേക്ക് കടക്കുവാണ്. ഓക്കെ, അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു, പക്ഷേ ചിരിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ആപ്സിന് ഞാൻ ഇന്നലെ വർക്കൗട്ട് ചെയ്തപ്പം ഫുൾ നല്ല ഇതായിരിക്കുവാണ് ഗൈസ്. എസ് എ ഒക്കെ എനിക്ക് ഒരാൾ എഴുതിയിട്ടിരുന്നു നമ്മുടെ യൂട്യൂബിൽ കമൻറ്റിൽ. എസ് എ ഞാൻ നോക്കിയപ്പോൾ 1, 2, 3 പാരഗ്രാഫ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ വരുന്ന 15th പബ്ലിക് എക്സാം വരുവാണ്, മലയാളത്തിൻ്റെ പബ്ലിക് എക്സാം. അപ്പം അതെന്തായാലും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പം താങ്ക് യു കേട്ടോ, താങ്ക് യു. അപ്പം ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അമ്മു എന്നാണ്. ആ ഒരു ചാനലും അല്ല, ആ ഒരു ഇതിൻ്റെ പേര്. അപ്പം പുള്ളിക്കാരി വന്നിട്ട്, പുള്ളിക്കാരിയാണോന്ന് അറിയില്ല, അമ്മു എന്ന് കേട്ടപ്പോൾ പുള്ളിക്കാരി നമ്മൾ സ്വാഭാവികമായിട്ടും ഫീമെയിൽ ആയിട്ടല്ലേ കാണത്തുള്ളൂ. സോ പുള്ളിക്കാരി ഇങ്ങനെ വന്നിട്ട് എന്തുവാണ് ഒരു ഇതില്ലാതെ വിളിച്ച് പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഒരു അന്തോ കുന്തോ ഇല്ലാതൊക്കെയാണല്ലോ പറയുന്നത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ. ബിക്കോസ് അറിയാമെന്നുള്ളവർക്ക്, ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് അറിയാമെന്നുള്ളവർക്ക് മനസ്സിലാകും, കൊള്ളേണ്ടവർക്ക് കൊള്ളും എന്ന് ഞാൻ നല്ലപോലെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ചുമ്മാ പോണ വയ്യാവരികളൊക്കെ കയറി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. തന്നെ അങ്ങനെ ആയിരിക്കും വന്ന് പിടിച്ചത്. അപ്പം അതായിരിക്കും. പിന്നെ വന്നിട്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുക ഗൈസ്, പ്രൊവോക്ക് ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മളെ ഒരു ആൾ വന്നിട്ട്, ഒരു വ്ളോഗർ വന്നിട്ട് നമ്മളെ തന്നെ ഇങ്ങോട്ട്, ഒരു വ്ളോഗറാണ് ഇങ്ങോട്ട് വന്നിട്ട് പ്രൊവോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം ഇതൊരു വ്ളോഗറാണല്ലോ എന്ന്. ഇതൊന്നുമല്ല, ഇതെന്താ അത് ആരാന്ന് പോലും എനിക്കറിയില്ല. അവൻ ആരാന്ന്, അവനല്ല സോറി, ആ അമ്മു ആരാന്ന് അമ്മുക്കുട്ടിക്ക് എന്നെ അറിഞ്ഞൂടാ. എന്നിട്ടാണ് വന്ന് നിന്ന് ഡയലോഗ് അടിക്കാൻ വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു വ്ളോഗറാണ്, അല്ലെങ്കിൽ പ്രൊഫൈലുണ്ട്, ഫോട്ടോയുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം എന്നൊക്കെ. പിന്നെ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, മറ്റുള്ളവരെ ഒന്ന് കുത്തി ഇതാക്കി ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം. പിന്നെ എൻ്റെ ഹേറ്റേഴ്സ് ഇല്ലാത്ത ആരാ ഗൈസ് ഉള്ളത്? എനിക്ക് ഹേറ്റേഴ്സേ ഉള്ളൂ. സോ അതിലാരെങ്കിലും ഒരാളൊക്കെ ആയിരിക്കാം. ബട്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എന്തൊക്കെ അവിടെ കിടന്നിട്ട് കുത്തിയാലും പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. എനിക്കൊന്നുമില്ല. ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഇതെനിക്ക് പറയേണ്ട ഒരു കാര്യവുമില്ല, പക്ഷേ എനിക്കെന്തോ പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. പിന്നെന്താ, പക്ഷെ അവരുടെ ആ പറച്ചിൽ കേട്ടാൽ തോന്നുവേ, ആ പുള്ളിക്കാരി അമ്മു എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്ന, ഈ സൈഡിൽ കൊടുക്കാവേ, ഇത് കൊടുക്കാവേ, നിങ്ങൾ കണ്ടുപോണേ. പറച്ചിൽ കേട്ടാൽ തോന്നും ആ വ്യക്തിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മേ ബി ഫേക്ക് അക്കൗണ്ടൊക്കെ തുടങ്ങി വന്നതാവാം, ഐ ഡോണ്ട് നോ. ബട്ട് എന്തായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ ഹാപ്പിയാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുള്ളിക്കാരിയുടെ ആ ഒരു വിഷമം, ആ എസ് എ റൈറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ചാനൽ കുത്തിയിരുന്ന് കണ്ടിരിക്കുന്നു, ഫുള്ളിരുന്ന് കണ്ടു ആൾ. അപ്പോൾ വള്ളി പുള്ളി തെറ്റാതെയാണ് ആ എസ് എ റൈറ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലായത്. കാരണം ഓരോ മനുഷ്യന്മാരുടെ കാഴ്ചപ്പാട്, അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവരിങ്ങനെ വിളിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഞാനും കണ്ട എനിക്ക് തോന്നിയ കാര്യങ്ങൾ, എൻ്റെ ഫാമിലിയിൽ നടന്ന കാര്യം ഞാനിങ്ങനെ നിങ്ങൾക്ക് മുമ്പിൽ വിളമ്പുന്നു. അതുപോലെ തന്നെ ആ പുള്ളിക്കാരനെ ചെയ്ത തെറ്റ് പറയാൻ പറ്റില്ല. ബിക്കോസ് മനുഷ്യന്മാരാണ്, നമുക്ക് നമ്മളുടെ രീതിയായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യും. അങ്ങനെ ചെയ്തതാവാം കേട്ടോ, പാവം ചെയ്തതാവാം. പോട്ടമ്മക്കുട്ടി, ഒന്നുമില്ല, നമുക്ക് എല്ലാം പരിഹരിക്കാം എന്താണെന്ന്.
അപ്പോൾ വന്നിട്ട് അപ്പം ആ ഒരു എസ്സേ റൈറ്റിംഗ് കണ്ടപ്പോൾ എനിക്കെന്തോ പാവം ഇതെല്ലാം ഒന്ന് വിവരിക്കാമെന്ന് തോന്നി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടിയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേർക്ക് ക്ലാരിഫിക്കേഷൻ വേണം എന്താ സംഭവം എന്ന് മെസ്സേജ് അയച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിനെല്ലാം കൂടി ഞാൻ ഒന്ന് പറയാം. എനിക്ക് എല്ലാവർക്കും കൂടി മെസ്സേജ് അയക്കാൻ വയ്യ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ കോൺസെപ്റ്റ് പറയുന്നത് തന്നെ ഇഷ്ടമല്ല. ബിക്കോസ് എന്തിനാണ് ഈ ഗിടങ്ങളെ പറ്റി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് എന്തൊക്കെ ഈ ലോകത്ത് നല്ല നല്ല കാര്യങ്ങളുണ്ട്, അത് ഇതാക്കാനാണ് താല്പര്യം. അതുകൊണ്ട് ഈ എല്ലാവരും ഇങ്ങനെ പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് ഇതന്നെ ചുമ്മാ എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഉള്ള ഭ്രാന്ത് പിടിക്കും ഗൈസ്. അതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇപ്പോൾ ഒരു വ്ളോഗ് ഇടുന്നത്. ഓക്കെ. അപ്പോൾ ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇവർ കുടുംബത്തിലുള്ളതാണ്, ഒരു കുടുംബത്തിലൊരു വകയിലുള്ളതാണ്. അതായത് നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇവിടെ തന്നെ നോക്കണം, വേറെ ഒരിടത്തും നോക്കരുത്, എന്നാൽ എല്ലാം കയ്യിൽ നിന്ന് പോവും. എനിക്കറിയാവുന്ന ബന്ധത്തിൽ വെച്ച് ഞാൻ ഇങ്ങനെ പറയാം. എൻ്റെ അമ്മുമ്മയുടെ മാമിയുടെ മോൻ്റെ മക്കളെ പറ്റിയാണ്, മക്കളെയും ഭാര്യയും പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. 3 കീടമെന്ന്. അതായത് ഭാര്യയും 2 മക്കൾ. അതെങ്ങനെ ഭാര്യയും 2 മക്കൾ മനസ്സിലായോ? അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ബാക്ക് ഒന്ന് അടിച്ച് വീണ്ടും ഒന്ന് കേട്ട് നോക്കൂ. എനിക്ക് വീണ്ടും പറയാൻ വയ്യ. സോ അവരെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവർ ആദ്യമൊന്നും ഞങ്ങളങ്ങനെ കൂട്ടല്ലായിരുന്നു. ഞാൻ കഥ പോലെ ഇങ്ങനെ പറയാം. ഓക്കെ, ആദ്യമൊന്നും ഞങ്ങളങ്ങനെ കൂട്ടല്ലായിരുന്നു. ഒരു ദിവസം ഫോണിൽ മെസ്സേജ് അയച്ചു, സംസാരിച്ചു, വാട്സപ്പ് വഴി കണ്ടു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തു. ഓക്കെ നമുക്ക് ആ സമയത്തൊന്നും മനസ്സിലാവത്തില്ലല്ലോ ക്യാരക്ടർ എന്താണ് എങ്ങനെയാണെന്ന്. പിന്നീട് ഒരു ദിവസം പുറത്ത് വെച്ച് കണ്ടു, അപ്പോൾ സംസാരിച്ചു. ആരെയാ? ഈ മോനെയാ കണ്ടത് കേട്ടോ. ഈ 2 മക്കളിൽ ഒരു ബെടക്ക് പിടിച്ച ഒരു മോനുണ്ട്, അവനെയാ കണ്ടത്. മോനൊന്നും പറയാൻ പറ്റില്ല ഗൈസ്, വേറെ വല്ലതൊക്കെ പറയണം. അപ്പോൾ അങ്ങനെയാണ് കണ്ടത്. സോ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ പുറത്ത് വെച്ച് കണ്ടു, സംസാരിച്ചു. പിന്നെ എൻ്റെ ഉമ്മയുടെ ബാക്കിയുള്ളൊരു അണ്ണൻ്റെ മക്കളാണ് ഇവർ. അപ്പം ഇവർ അതുകൊണ്ടാണ് ഉമ്മായും കൂട്ടുകൂടാനും ഇതാക്കാനും താല്പര്യം. നമ്മൾ ഭയങ്കരമായിട്ട് പിന്നീട് നമ്മൾ അവിടെ വെച്ച് കാണും, ഇവിടെ വെച്ച് കാണും, ഫങ്ഷൻസിനൊക്കെ വെച്ച് കാണും, അങ്ങനെയൊക്കെ വെച്ച് കാണും. അപ്പോൾ ഉമ്മ അണ്ണൻ്റെ മക്കൾ അല്ലേ എന്നും പറഞ്ഞ് ഉമ്മായി ഭയങ്കര സ്നേഹം കാണിക്കും. ഇവർ നമ്മളെ അടുത്തും ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും. പിന്നെ നമുക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, നമ്മൾ ഒരാളെ അടുത്തറിയുമ്പം ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും. അവരെങ്ങനെയാണ്, എങ്ങനത്തെ ടൈപ്പാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഈ റൂട്ട് ശരിയല്ല എന്ന് തോന്നി, ഒരുപാട് ഒഴിവാക്കാൻ നോക്കി. സത്യം പറയാലോ, ഒരുപാട് ഒരു മനുഷ്യനെ നമ്മൾ പറയും അങ്ങനെ ചെയ്തുകൂടാ, പക്ഷേ ചെയ്തു പോവും ഗൈസ്. അമ്മ രീതിക്കുള്ള പെർഫോമൻസാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത്. അമ്മ അത് താറ്റൊക്കെ കൊടുത്തിട്ട് ഒഴിഞ്ഞു പോകണില്ല. ഇത് എൻ്റെ പൊന്നോ, വലിഞ്ഞ് കയറി വന്നിട്ട് അത് ചെയ്തു വേണം, ഇത് വേണം ഗൈസ്. കാര്യം കാണാൻ ഞാൻ വരുന്നത്. അസൂയ കുശുമ്പ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിക്കൂടാ. എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തൊന്നും പോകരുത്. ആ സമയത്ത് ഇത്താന്നൊക്കെ ആയിരുന്നേ വിളിച്ചിരുന്നത്. പുറത്തൊന്നും പോവരുത്, എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് വെച്ചാൽ പറഞ്ഞത്. എനിക്കിതൊന്നും ഇഷ്ടമല്ല, എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരുമാതിരിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് ആ സമയത്ത് എന്താ തോന്നുന്നത്? നമുക്ക് ദേഷ്യം വരുമില്ലയോ? ദേഷ്യം വരുമില്ലയോ? നമ്മുടെ പാരൻസിന് ഇല്ലാത്ത ഇതാണ് ഇവർക്കൊക്കെ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവന് എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? പിന്നെ ഇവൻ്റെ കേസ്, ഇവൻ്റെ സിസ്റ്ററിന് എൻ്റെ അനിയൻ ട്യൂഷൻ ക്ലാസ്സിൽ പോയിക്കൊണ്ട് ഇരുന്നുണ്ട് കേട്ടോ. ട്യൂഷൻ ക്ലാസ്സിൽ ഗേൾസിൻ്റെ അടുത്ത് എൻ്റെ അനിയന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിക്ക് പറഞ്ഞുണ്ടാക്കുന്ന ടൈപ്പ്. അപ്പം അങ്ങനത്തെ ഇവർ കൂട്ടുകെട്ട് വന്നപ്പം എനിക്കിവരിൽ നിന്ന് മനസ്സിലായത്, ഞങ്ങൾ ഇവരെ തന്നെ കൂട്ടുകൂടണം, മറ്റുള്ളവരുടെ അടുത്ത് കൂടരുത്. ഇവരെ തന്നെ പോണ സ്ഥലത്തൊക്കെ ഇവരെ തന്നെ കൊണ്ടുപോകണം, എല്ലാത്തിനും ഇവരെ തന്നെ കൂടെ നിർത്തണം. ഇതെന്താണ് ഇത് വെള്ളരിക്കപ്പെട്ടനോ? പക്ഷേ അലമ്പ് ടീംസും ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാരക്ടർ മനസ്സിലായി വന്ന് ഒരുപാട് ഒഴിവാക്കാൻ നോക്കി. ഉള്ളത് പറയല്ലോ, ഒരുപാട് ഒഴിവാക്കാൻ നോക്കിയിട്ട് ഒരു നാണവും മാനവും ഇല്ലാത്ത വർഗ്ഗങ്ങളല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും വലിഞ്ഞ് കയറി ഇങ്ങോട്ട് വന്നു.
അങ്ങനെയാണ് ഞാൻ ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പം അതിനെതിരായിട്ട് കുറച്ച് സ്റ്റാറ്റസ് ഇട്ടപ്പം ആ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ചിരി വന്നപ്പം ഇപ്പം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മളെ രീതിയും മറ്റൊരാൾക്ക് മനസ്സിലാവും നമ്മളെങ്ങനെയാണ് എന്ന്. ആ രീതിക്ക് നമ്മൾ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ വെറും മൊണ്ണയായിട്ട് ഇരിക്കുന്ന നമ്മൾ ഭയങ്കര വയലൻസ് സ്റ്റാറ്റസ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കായാലും ചിരി വരും. അയ്യേ ഇവളെ ഇവളെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെ, അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ഇട്ടാൽ അപ്പോൾ ഇത് ഭയങ്കര ഇതാണല്ലോ എന്ന് നമുക്കിങ്ങനെ ചിരി വരും. സോ ആ രീതിക്ക് ഞാൻ റിപ്ലൈ അയച്ചു. അപ്പോൾ ഇങ്ങോട്ട് ഒരുമാതിരി സംസാരിച്ചുകൊണ്ട് വന്നു, അങ്ങോട്ട് സംസാരിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ആ വിളിയൊക്കെ മാറി എന്നെ വേറെ പലതും വിളിച്ചു. ഞാൻ അങ്ങോട്ട് തെറി വിളിച്ചിട്ടില്ല, ബട്ട് എൻ്റെ വീട്ടുകാർ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, തെറി വിളിച്ചിട്ടില്ല. ഞാനും അങ്ങോട്ട് കുറേ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാനും അങ്ങോട്ട് കുറേ കൊടുത്തു. ഉള്ളത് പറയാമല്ലോ, ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തു. അത് ഞാൻ പറഞ്ഞില്ലേ, പെണ്ണ് കേസ്, ആ കേസ്, ഈ കേസ്, അപ്പം അതൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ തിരിച്ചു നല്ല കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ട് ഒരു സഹോദരിയെ പറയുമ്പം എന്തായാലും ഒരു അനിയൻ ചോദിക്കും. അതെൻ്റെ അനിയൻ ചോദിച്ചു, അനിയനും കൊടുത്തു, കുറേ കൊടുത്തു. അപ്പം ഇതിന് മുമ്പ് ഗൈസ് ഈ സംഭവം നടക്കുന്ന അവനും ഞാനുമായിട്ടുള്ള അടി നടക്കുന്നതിന് മുമ്പ് എൻ്റെ അനിയനെ ഒരുമാതിരി സംസാരിച്ച് ട്യൂഷൻ ക്ലാസ്സിൽ ഒരു രീതിയിൽ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വരെ അടിച്ച് ഓട്ടിച്ച് ഗൈസ്. അതറിഞ്ഞ നിങ്ങൾ? ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വരെ അടിച്ച് അവിടെ എന്തോ ഇഷ്യൂ ആയി. അവിടുത്തെ മാമിൻ്റെ സഹോദരൻ്റെ മോളുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അവരെ പറഞ്ഞുണ്ടാക്കി. അവർ ചോദിക്കൂന്ന് വന്നപ്പോഴത്തേക്ക് ട്യൂഷൻ നിർത്തി, ട്യൂഷൻ സ്ഥലം കാലിയാക്കി. ഇങ്ങനെയാണ് ഇവരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഇവർ എവിടെ പോയാലും അവിടെ കുളം തോണ്ടും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനത്തെ കീടങ്ങൾ. ഇതിൻ്റെ മെയിൻ ക്ലാസ് കൊടുക്കുന്നത് ഇതിൻ്റെ മെയിൻ തലവത്തിയുണ്ട്. ഇവരുടെയൊക്കെ മദർജി, ഞാൻ പറഞ്ഞില്ല മദർജി, തലവത്തിയാണ് മെയിൻ കണ്ണികൾ. അപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടറാണ് ഇവർ. അപ്പോൾ അവരെയാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി. ഇത്രയ്ക്കും ഫോൺ വഴി ഇതായപ്പോൾ ഇത്രയും പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ബട്ട് ഇത്രയ്ക്കും ഞാൻ പറഞ്ഞില്ല, ഒരു മനുഷ്യൻ തിരിഞ്ഞ് വന്ന് കാണാൻ അവന് ശരിയായ ഒരു ഇത് വന്ന് കാണും എന്ന് വിചാരിച്ചു. എപ്പോഴും ഒരു മനുഷ്യൻ ഒരുപോലെ ഇരിക്കണം എന്നില്ലല്ലോ. അവർക്ക് നന്നാവാനൊരു സമയം നമ്മൾ കൊടുക്കണമല്ലോ. അങ്ങനെ നന്നായി വന്നു എന്ന് വിചാരിച്ചു. എങ്ങനെ വന്നില്ല. അങ്ങനെ എൻ്റെ അനിയൻ്റെ കാറിൽ അപ്പോഴേ ഞാൻ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ അനിയനെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്ത് ഒരുമാതിരി പറഞ്ഞപ്പോഴേ ഞാൻ നോക്കി വെച്ചിരിക്കുമായിരുന്നു. ഇതിനിട്ട് എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു തക്ക സ്ഥലം കിട്ടി. ഞാൻ അടിച്ച് കളഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, വന്നിരുന്ന് വീമ്പിളകുന്നു. എന്നെപ്പറ്റി എന്തൊക്കെയോ അറിയാം, എൻ്റെ അനിയനെ പറ്റി എന്തൊക്കെയോ അറിയാം. ഞങ്ങളെപ്പറ്റി എൻ്റെ ഉമ്മായും ബാപ്പയും കാട്ടി അവർക്ക് ഞങ്ങളെ രണ്ടുപേരെയും പറ്റി നല്ലപോലെ അറിയാമെന്ന്. ആ അറിയാമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉമ്മയുടെ കേട്ടു. അങ്ങനെയാണെങ്കിൽ അതൊന്നും അറിയണമല്ലോ. ഈ എൻ്റെ മക്കളെ പറ്റി നിനക്ക് എന്തറിയാമെന്ന് ഉമ്മ പറഞ്ഞ് ചോദിച്ചുകൊണ്ട് കോൾ ചെയ്ത്, വേണമെങ്കിൽ ഗൈസ് ഞാൻ അത് അടുത്തതിൽ പറയാം, കോൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ ഉടനെ ഇടയിൽ കൂടെ മഹാറാണി എഴുന്നള്ളി സംസാരിച്ചുകൊണ്ട് വന്നു. ആരാ? മദർജി. ഇവൻ്റെയും മദർജി വന്ന് അവർക്കും താറുമാറുന്ന് എൻ്റെ ഉമ്മ കൊടുത്ത്. പിന്നെ ഇവർ കൾച്ചറസ് ഫെലോസാണ് കേട്ടോ. കൾച്ചറസ് ഫെലോസാണ്. അപ്പോൾ താറുമാറുന്ന് കൊടുത്ത് എല്ലാം ഇതാക്കി വെച്ച് സെറ്റാക്കി വിട്ടപ്പം പിറ്റേ ദിവസം ഒരു മരണ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. മരണ വീട്ടിൽ താഴെ ഒരു മരണ വീടായിരുന്നു, മുകളിൽ ഇവൻ്റെ അമ്മൂമ്മയുടെ വീടായിരുന്നു. സോ അപ്പോൾ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കിടന്ന് വാരിക്കോരി ഷോ കാണിച്ച് ഇവരെ മുമ്പേയൊക്കെ ഞെളിഞ്ഞ് തന്നെ നിന്നത്. പക്ഷെ അവരൊക്കെ കുനിഞ്ഞിങ്ങനെ, ഇവൻ്റെ അമ്മ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു, ഇവൻ്റെ അനിയത്തി ഇങ്ങനെ അടുത്തിരുന്ന്, ഇവങ്ങനെ അവിടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നിന്ന് ഞങ്ങൾ വാരിക്കോരി തന്നെ ഷോ കാണിച്ചത്. അപ്പം ആ ദിവസം ഞങ്ങൾ അവിടെ ഇത്രയും നേരം നിന്നിട്ടും ഞങ്ങളോട് തോന്നുന്നു ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ ഞങ്ങൾ ഒന്നിനോ ഒന്നും വന്നില്ല. കാരണം ഇവർ നേരിട്ട് വരത്തില്ല. ഇവർ ഫോണിൻ്റെ അകത്തൂടെ വാട്സപ്പിൻ്റെ അകത്തൂടെയൊക്കെ വരുള്ളൂ. നേരിട്ട് വന്നാൽ മുട്ട് രണ്ടും വിറയ്ക്കും. കാരണം ഒന്നുമില്ല, വോയിസ് ഒന്നും പറയാനില്ല. ഫോൺ വഴി എന്തൊക്കെയെങ്കിലുമൊക്കെ ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുത്ത് വരുമല്ലോ. നേരിട്ട് അങ്ങനെ വരത്തില്ല. അങ്ങനെ നിന്നിട്ട് ഞങ്ങളടുത്ത് ഒരു അടിക്കും വന്നില്ല. വരണമെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അടിക്ക് വന്നില്ല. ഞങ്ങളും അങ്ങോട്ട് വലിയേറി പോയില്ല. അവരെ പോലെ അല്ലല്ലോ നമ്മൾ. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ ഫോണിൽ ഇതുപോലെ എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തു.
അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുമ്മ ഇടപെട്ടത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുമ്മ ഇടപെട്ടത്. വലിയ പ്രശ്നമായി. മറ്റേ വ്ലോഗിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി ഞങ്ങൾ കേസിൻ്റെ വഴിക്ക് പോയി. ഒരുപാട് പേരുടെ അഡ്വൈസിൽ കേസ് കൊടുക്കണ്ട എന്ന് വിചാരിച്ചു. ഇതാണ് സംഭവം. ഇത് മനസ്സിലായി തോന്നുന്നു. ഇതിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വേണമെന്നും പറഞ്ഞുകൊണ്ട് വരണമെങ്കിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽ വോയിസൊക്കെ ആക്കി വരുന്നതായിരിക്കും. വോയിസും കാര്യങ്ങളും എന്താണ് പറയേണ്ടതും ചിലപ്പോൾ എനിക്ക് പേര് വരെ എക്സ്പോസ് ചെയ്യേണ്ടി വരും. ഇതിലും ഡീറ്റെയിൽ അത് ചിലപ്പോൾ വലിയ നാണക്കേടായിപ്പോവും. അത് സസ്പെൻസാണ് നമുക്ക്. ബിക്കോസ് എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രശ്നം വന്ന് പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ അതൊക്കെ സസ്പെൻസാണ്. അപ്പോൾ അത് ഞാൻ ഒരു കിടിലം വ്ലോഗാക്കി ചിലപ്പോൾ ഇടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ മേൽ വല്ല ഇത് വരുന്നെങ്കിലോ. അപ്പം ഞാൻ ഒരു കാര്യം പറയും, ഇതിലും എക്സ്പ്ലനേഷൻ ഇനി വേണം നിങ്ങൾക്ക്. പറയും, നിങ്ങൾ തന്നെ പറയും. ഇതിൽ കൂടുതൽ ഇനി എന്ത് നാണം കെടാനാ കീടങ്ങളെ? ഇനി നാണം കെടാൻ ഒന്നുമില്ല. കാരണം എല്ലാം ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പോൾ എനിക്കിതെല്ലാം പറയണമെന്ന് തോന്നി. ബിക്കോസ് ഒരുപാട് പേര് വന്ന് എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറയണം എന്ന് തോന്നി. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉള്ളത് പറയാമല്ലോ, ഇങ്ങനത്തെ സ്വഭാവങ്ങളുള്ളവരെയൊക്കെ അടിച്ച് തല്ലി കൊന്ന് എവിടെയെങ്കിലുമൊക്കെ ഇടും. നമ്മൾ പിന്നെ അത്രയും ക്രൂരം ആയില്ല. ബട്ട് നമ്മൾ നിയമത്തിൻ്റെ വഴിക്കേ പോകത്തുള്ളൂ. കേസാണെങ്കിൽ കേസിൻ്റെ വഴിക്ക് അങ്ങ് പോകും. ഇവൻ്റെ പേരിൽ പിന്നെ 1-2 കേസസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു കേസ് കൊടുത്താലും സ്ട്രോങ് ആവും, സീനില്ല. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചാൽ കൊള്ളാം, ദുഃഖിക്കണ്ട. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എസ് എ എച്ച് ചേച്ചിക്കാണ് ഞാൻ ഇത്രയും എക്സ്പ്ലനേഷൻ തന്നത്. പോട്ടേട്ടാ, നിങ്ങൾക്ക് ഫീലായ കണക്കാണ് നിങ്ങൾ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അമ്മാതിരി എസ് റൈറ്റിംഗ് ആയിരുന്നു അവിടെ മൊത്തം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഗൈസ്, ആരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ബിക്കോസ് നിങ്ങൾ ചെലവിലല്ല ഞാൻ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ ഇന്നസെൻസ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണെന്ന് എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മുകളിൽ ഒരുത്തനുണ്ട്, എനിക്ക് അവനെ മാത്രം. പിന്നെ പടച്ചോനെ വിളിക്കുന്നത് ജാസ്മിൻ ജാഫർ മാത്രമല്ല, ഈ ലോകത്തെ എല്ലാവരും പടച്ചോനെ വിളിക്കുന്നുണ്ട്, ശിവനെ വിളിക്കുന്നുണ്ട്, കൃഷ്ണനെ വിളിക്കുന്നുണ്ട്, പിന്നെന്താ യേശു ക്രിസ്തുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ മതത്തിനെയും നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. അല്ലാതെ ഒരിത് തന്നെ ഇതാണ് ഞങ്ങളോ മോളോ വലുത് എന്നും പറഞ്ഞുകൊണ്ട് ആരും ഈ ലോകത്ത് ഇരിക്കരുത്. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മളൊക്കെ മരിച്ച് വീഴുന്നത് 6 അടി മണ്ണിലാണ്. ഓക്കെ, നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഐ ഡോണ്ട് കെയർ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി നിങ്ങളെ ചിലവിലല്ല ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഞാൻ ഭയങ്കര വല്ലാത്ത ജാതി, നമ്മൾ ഈ ജാതി ആൾക്കാരാണ്. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. എന്റെ കമ്മലൊക്കെ കണ്ടല്ലോ, നോമ്പായോണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നീട്ടി കരിയൊക്കെ വരച്ചിങ്ങനെ പറഞ്ഞു. കുറച്ച് ഓവറായാലേ ശ്രദ്ധിക്കുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. സെറ്റല്ലേ എല്ലാം. അപ്പം ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. നല്ലവന്റെ ചാട നല്ല പോലെ നാട്ടിൽ നിന്ന് പാടുക.